Welcome to RK's Stories. ലവ് ഇൻ ഗോവ എ നൈറ്റി ലവ് സ്റ്റോറി ഭാഗം 3. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പോ തലയ്ക്കു ചുറ്റിനും കറങ്ങിക്കൊണ്ടിരുന്ന നക്ഷത്രങ്ങളും കിളികളുമൊക്കെ എങ്ങോ പോയിരുന്നു. കട്ടിലിന് മുന്നിലെ കസേരയിൽ അസി ഇരിക്കുന്നുണ്ട്. അപ്പുറത്തൊരു കട്ടിലിൽ ഓപ്പും അനകയും ബെല്ലയും ഞാൻ കണ്ണു തുറക്കുന്നത് നോക്കി കുത്തിപ്പിടിച്ചിരിക്കുന്നു. കട്ടിലിൽ കൈകുത്തി പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോ ഇടത് കൈയിൽ ചെറിയൊരു വേദന. എന്താ പറ്റിയതെന്ന് നോക്കാൻ തല തിരിക്കാൻ ശ്രമിച്ചപ്പോ അസി അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു, ഡർക്ക, തല അധികം തിരിക്കണ്ട, പെടലിയെ 2 ദിവസം അനക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. ശരിയാ, പെടലി അനക്കാൻ പറ്റുന്നില്ല. കൈ ഉയർത്തി ഒന്ന് തടവി നോക്കി. കഴുത്തിൽ നെക്കോളർ ഇട്ടിട്ടുണ്ട്. ഇടത് കൈയിൽ പിടിപ്പിച്ചിരിക്കുന്ന കാനുലയിലേക്ക് ബെഡിന് സൈഡിലെ സ്റ്റാൻഡിൽ തൂക്കിയിട്ടിരിക്കുന്ന ബോട്ടിൽ നിന്നും എന്തോ മരുന്ന് തുള്ളികളായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എങ്ങനെയുണ്ടടാ? ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അടുത്തേക്ക് വന്ന ബെല്ല കട്ടിലിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. കുഴപ്പമില്ല. ഇതിപ്പോ എവിടെയാ? ഹോസ്പിറ്റൽ ഒബ്സർവേഷൻ റൂമിൽ, അല്ലാതെ വേറെ എവിടെ പോവാൻ? ഇത് നല്ല ശേലെന്ന മട്ടിൽ അസി കൈമലർത്തി. അല്ലടെ, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാനും മാത്രം ഇതിപ്പോ എന്താ ഉണ്ടായേ? ഒന്നു മോനെ കിക്ക് ബോസറേ, അവളുടെ ഒരടിക്ക് തന്നെ നീ വെട്ടിയിട്ട വാഴ പോലെയല്ലേ അവിടെ വീണത്. ഞാൻ പറഞ്ഞതാ, കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ് ബോധം വീഴുമ്പോ നീ എഴുന്നേറ്റ് പോയിക്കൊള്ളുന്നു. പക്ഷെ ഇവളുമാര് കേക്കണ്ടേ? നിന്നെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നേ കണ്ട എക്സ്റേയും MRI ഒക്കെ എടുത്ത് കഴുത്തിൽ തുടലും കയറ്റി കഴിഞ്ഞപ്പോഴാ ഇവറ്റോൾക്ക് സമാധാനം. ഇത് ഇനി ഈ കോലത്തിൽ നീ ഓഫീസിലേക്ക് എഴുന്നള്ളിയ പെടലി എന്ന പേര് എപ്പ കിട്ടിയെന്ന് ചോദിച്ചാ മതി. അല്ലളിയ, ഒരു കാര്യം ചോദിക്കട്ടെ, അവളുടെ ഒറ്റ അടിക്ക് ബോധം പോയി ഇവനെ ബോഡി ഗാർഡ് ആക്കിയിരുന്നേ, നിന്റെ ഗതി എന്തായനെ? മൂക്കത്ത് വിരൽ വെച്ചിട്ട് ഓപ്പ് കട്ടിയിലിരുന്ന് കളിയാക്കി. എടാ, അത് പിന്നെ എന്നെ ചവിട്ടിയതേ ഏതോ ഒരുത്തനാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. പെട്ടെന്നൊരു പെണ്ണിനെ അങ്ങ് കണ്ടപ്പോഴേ ഷോക്കായിപ്പോയി. അവളെ കുറ്റം മറിച്ചിട്ടും കാര്യമൊന്നുമില്ല. അമ്മാതിരി പിടിയില്ല നീ അവളുടെ കട്ട് പെൺപിള്ളേര് നിൽക്കണ്. തലയ്ക്ക് കൈവച്ചുകൊണ്ട് ഓപ്പ് അസിയെ തടഞ്ഞു. അല്ല, ജാക്കറ്റിൽ പിടിച്ചതെന്ന് പറയാൻ വരികയായിരുന്നു. ഒന്ന് ഇളിച്ച് കാണിച്ചിട്ട് അസി പറഞ്ഞു നിർത്തി. ഓ, ഇടന്നുരുളണ്ട. അസി, ശരിക്കും ആ പെൺകുട്ടി നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉള്ളതാന്നോ? എന്റെ കയ്യിലെ ക്യാനിൽ തടവിക്കൊണ്ട് ബെല്ല ചോദിച്ചു. യെസ്, അതാ ഞാൻ നേരത്തെ പറഞ്ഞ ആറ്റം ബോംബ് ദേവഗംഗ, ഞങ്ങളുടെ ടീമിലെ 8ാമത്തെ ഐറ്റം. അനഘയാണ് അതിന് മറുപടി പറഞ്ഞത്. ഓ, എന്നാലും ആ കുട്ടി എന്ത് ബോൾഡാ, എത്ര പേരെ ഒറ്റക്ക് നിന്നതല്ലേ. ആ രംഗം കൺമുന്നിൽ വീണ്ടും കാണുന്നത് പോലെ ബെല്ല കണ്ണുകൾ ചിമ്മി. അതൊരു സാമ്പിള് വെടിക്കെട്ട് മാത്രം. ഇവിടെ അവൾ അടി ഉണ്ടാക്കാത്ത ഒരു പബ്ബുമില്ല. കളരിയും മർമ്മവദ്യവും ഒക്കെ അറിയാവുന്നൊരു സാധനമാണത്. പക്ഷെ ഹെൽമെറ്റിന് അടിയാ അവളുടെ മെയിൻ. ഒറ്റപ്പാലത്ത് ശങ്കരമംഗലം എന്ന് പറയുന്നത് ഒരു വലിയ തറവാട്ടിലെ സന്തതിയാ. ഓപ്പ് പറഞ്ഞത് കേട്ട് അവൾ കണ്ണും തള്ളിയിരുന്നു. അവൾക്ക് തലക്കോല അസുഖമുണ്ടോ? ദേഷ്യത്തോടെ ഞാൻ പല്ലിറുമി. പല്ല് കടിക്കുമ്പോ പോലും ഇപ്പോഴും അടികൊണ്ട ഭാഗത്ത് ഒരു ചെറിയ വേദന ഉണ്ട്. വാട്ടി കഴിവേറി മോള്. ഏയ്, നമ്മുടെ ടീമിലെ മാത്രമല്ല, കമ്പനിയിലെ ഏറ്റവും ബ്രില്യന്റ് ആണ് അവള്. മൂപ്പന്റെ പെറ്റ്. പക്ഷെ ആണുങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അസിയുടെ ശബ്ദത്തിൽ പുച്ഛം. ഓ, അതെന്താ ഒരു പുരുഷ വിദ്വേഷം? ബെല്ല അവനെ നോക്കി. അതവൾ ഇതിനു മുന്നേ വർക്ക് ചെയ്തിരുന്നത് അങ്ങ് ബാംഗ്ലൂരാ. അവിടെ ഏതോ ഒരുത്തരുമായിട്ട് മുടിഞ്ഞ പ്രേമത്തിലായിരുന്നു. അവന് വേറൊരുത്തേ കിട്ടിയപ്പോ ഇവളെ വേഷമായിട്ടങ്ങ് തേച്ചി. അതിന്റെ കൈപ്പാ പെണ്ണിന്. ഓപ്പാണ് മറുപടി കൊടുത്തത്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ബെല്ല തിരിഞ്ഞ് അവനോടായി ചോദ്യം. മറുപടി പറയാൻ പോയ ഹോപ്പിനെ തടഞ്ഞുകൊണ്ട് അനഘ തനിക്കറിയാവുന്ന കാര്യം വിളമ്പി. ഇതൊക്കെ എന്ത്? ഇതിലും വലിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന CIDകളെ കമ്പനിയിലുണ്ട്. അത് മാത്രമല്ല, അവൾ ആളൊരു ജങ്കിയാണെന്ന് കണ്ടുപിടിച്ചതും അവറ്റകളാ. ജങ്കിയോ? അതെന്ത് സാധനം? ഞാൻ കണ്ണു വിഴിക്കുന്നത് കണ്ട് ബെല്ല ഒഴികെ എല്ലാവരും ചിരിച്ചു. അതുപോലും അറിയില്ലേ? എടേ, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരെ വിളിക്കുന്നതാ അത്. അസി പറഞ്ഞു തന്നു. അപ്പോ കമ്പനിയിൽ ആരുമായും കൂട്ടില്ലാത്ത ഒരു ഒറ്റയാത്തിയാണല്ലേ അവള്? ഏയ്, വേറൊരുത്തി ഉണ്ട്, അവളുടെ ഫ്രണ്ട്, നമ്മുടെ HR എക്സിക്യൂട്ടീവ് നിമിഷ. അവളുടെ കൂടെ ബാംഗ്ലൂരിൽ ഒരുമിച്ചുണ്ടായിരുന്നതാ. അത് മാത്രമല്ല, രണ്ടും നമ്മുടെ ഫ്ലാറ്റിൽ തന്നെയാ താമസവും. അടിപൊളി. എന്തേ, ഒന്ന് മുട്ടി നോക്കുന്നോ? ആള് ഫ്രീയാ. അസി എന്നെ നോക്കി വിളിച്ചു. ഒന്ന് മുട്ടിയതിന്റെ ഇപ്പൊ തന്നെ രൂപ 16,000 നീയും വേണോ ചേട്ടാ? അതും പറഞ്ഞ് ബെല്ല വാ പൊത്തി ചിരിച്ചു. ഇന്നലെ ആ ശ്രേയയുടെ കാര്യം പറഞ്ഞപ്പോ നീയല്ലേ പറഞ്ഞത് ഇവൻ അതൊന്നും പോരാന്ന്? ഇതാകുമ്പോ ഒരു അരവട്ട ഇവന് ചേരും.
കാര്യം പറഞ്ഞിട്ട് വെട്ടാൻ കൊണ്ടുപോകുന്ന പോത്തിനോട് അനുവാദം ചോദിക്കുന്നത് പോലെ അസി എന്നെ ഒന്ന് നോക്കി. നിനക്കെന്തട പട്ടി എന്നോട് ഇത്ര വിരോധം? അല്ലടാ, നീയും ഒരു അരവട്ടാണല്ലോ. അപ്പൊ രണ്ടും കൂടെ ചേരുമ്പോ മുഴുവട്ടായിക്കൊള്ളും. ഞങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യാം. അതാ. കൊള്ളാം, കൂട്ടുകാരായി ഇങ്ങനെ വേണം. നീ രക്ഷപ്പെട്ടിടാരു. ബെല്ല എനിക്ക് കൈ തന്നു. കഥകിലാരോ തട്ടുന്ന ശബ്ദം. ഹോപ്പ് കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. അല്പം പ്രായമുള്ള ഒരു ലേഡി ഡോക്ടറും കൂടെ കൊള്ളാവുന്ന ഒരു നേഴ്സ് കൊച്ചും അകത്തേക്ക് കയറി വന്നു. നേഴ്സ് കൊച്ചിനെ കണ്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു. എന്തായാലും ആസി സ്കാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഹായ് ആരുഷ്, ഹൗ ഡു യു ഫീൽ നൗ? അടുത്തേക്ക് വന്ന ഡോക്ടർ IV ബോട്ടിലേക്ക് നോക്കി. പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ഡോക്ടർ. ഗുഡ്. ഫീലിംഗ് എനി ഡിസിനസ്? കൺപോളകൾ വിടർത്തി നോക്കിക്കൊണ്ട് ഡോക്ടർ വീണ്ടും ചോദിച്ചു. ഐ ആം ഗുഡ് ഡോക്ടർ. Cool. And you staying alone here? നോ ഡോക്ടർ, വി ആർ ഓൾ സ്റ്റേയിങ് ടുഗദർ. ആ നേഴ്സിനെ സ്കാൻ ചെയ്തുകൊണ്ടിരുന്ന അസി തലയും കുലുക്കി. Good. See, mister? ആസിഫിന്റെ നേരെ തിരിഞ്ഞ് ഡോക്ടർ വിളിച്ചു. അവന്റെ ഫോക്കസ് അപ്പോഴും ആ നേഴ്സ് കൊച്ചിന്റെ നേരെയായിരുന്നു. ഡാ കോഴി, നിന്നെ ഡോക്ടർ വിളിക്കണ്. ഓപ്പ അവനെ തോണ്ടി. ആ നേഴ്സ് അത് കേട്ട് വാ പൊത്ത് ചിരിക്കുന്നുണ്ട്. എന്താ? സോറി, ഞാൻ കേട്ടില്ലായിരുന്നു. So, you will be with Arush? ഡോക്ടർ വീണ്ടും അവനോട് ചോദിച്ചു. യെസ് ഡോക്ടർ. Fine. Then Arush, when this bottle is finished, you can go. And Mr. Asif, if he feels any discomfort, like a dizziness or something, bring him to the hospital immediately. ഷുവർ ഡോക്ടർ. ഡോക്ടർ, വാട്ട് അബൌട്ട് ദിസ് നെക്ക് കോളർ? It's better you wear it for 2 more days. Okay guys, take care. അതും പറഞ്ഞതിന് ശേഷം ഡോക്ടർ നേഴ്സിനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് ആ നേഴ്സ് കൊണ്ടുവന്നു തന്ന ബില്ലും വാങ്ങി അസി ക്യാഷ് അടക്കുവാൻ പോയി. കാശും അടച്ച് പറഞ്ഞിരുന്ന മരുന്നുകളും വാങ്ങി രാത്രി 12 മണിയോടെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് എത്തി. ബെല്ലയും അനഘയും അന്ന് ഞങ്ങളോടൊപ്പം ഫ്ലാറ്റിൽ തന്നെ തങ്ങി. പിറ്റേ ദിവസം കാലത്ത് തന്നെ ബെല്ലയും അനഘയും എന്റെ റൂമിലേക്ക് എത്തി. വന്ന ഉടനെ രണ്ടും കൂടി വെട്ടുകിളികളെ പോലെ ബെഡിൽ ചാടിക്കയറിയിരുന്ന് പൊത്തി പെറുക്കാൻ തുടങ്ങി. കഴുത്തിൽ ആ പണ്ടാരം പിടിച്ച കോളർ കെട്ടിവെച്ചേക്കുന്നത് കൊണ്ട് ചില ഭാഗത്തേക്കൊന്നും നോട്ട് എത്തുന്നില്ല. എങ്കിലും ഒരുവിധം തലചരിച്ച് ഞാൻ ബെല്ലയോട് ചോദിച്ചു. എടി സത്യം പറ, നീ സ്പെയിൻകാരി തന്നെയാണോ അതോ മുടിയിൽ കളർ അടിച്ചിറങ്ങിയേക്കുന്ന കോട്ടയംകാരി അച്ചായത്തിയോ? എന്താടാ നിനക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം? അവൾ എന്നെ നോക്കി മുഖം ചുളിച്ചു. അല്ല, നിന്റെ വായിൽ നിന്ന് വരുന്നത് കേട്ടിട്ട് ചോദിച്ചതാ. ഞാൻ പറഞ്ഞില്ലേ, സ്പെയിനിൽ ചിലവഴിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ നിന്നിട്ടുള്ളത് പപ്പയുടെ കോട്ടയത്തെ വീട്ടിലാ. അതാ ഞാൻ ഇങ്ങനെ ആയിപ്പോയെ. പിന്നെ 2 ദിവസമായി നിന്റെയൊക്കെ കൂടെയല്ലേ, അതിന്റെ ഒരു കുഴപ്പമുണ്ട്. ആഹാ, നിനക്ക് ഹാപ്പി ആയില്ലേ ഇപ്പോ? അകത്തേക്ക് വന്ന ആസി ഒന്ന് ഇളക്കി. ഏറെക്കുറെ. ഓക്കെ, അപ്പോ ഇനി എന്താ മക്കളുടെ പരിപാടി? വേറെ എന്ത്, ഈ കോന്തനെന്ന് പുറത്തേക്കൊന്നും പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടി ഇവിടെ കൂടിയാലോ? പോയി ചിക്കൻ വാങ്ങിക്കൊണ്ടുവരാന്നെ, നല്ല 1-ാം തരം ബിരിയാണി വെച്ച് തരാം ഞാൻ. ബെല്ല അതും പറഞ്ഞ് അസിയെ നോക്കി. ഓക്കെ, അതൊരു നല്ല ഐഡിയ. അല്ലേലും കോട്ടയത്തുകാരി അച്ചായത്തികൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ മെഡിക്കലാണെന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന് അതൊന്ന് ടെസ്റ്റ് ചെയ്യാം, ഞാനും സഹായിക്കാം. അനഘ ബെല്ലയ്ക്ക് കൈ കൊടുത്തു. അങ്ങനെയാന്നേ ഞാനും ഹോപ്പും കൂടെ പോയി ചിക്കനും പിന്നെ ഡ്രിങ്ക്സും വാങ്ങിക്കൊണ്ടുവരാം. നിങ്ങൾ അതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങിക്കോ. ആസി കൈപൊക്കി. ബെല്ല, നിനക്കിന്ന് വൈകിട്ട് എപ്പോഴാ ഫ്ലൈറ്റ്? ഞാൻ 4 മണിയാകുമ്പോ പോവും. റൂമിൽ പോയി പാക്ക് ചെയ്ത് 5 മണിയാകുമ്പോഴേക്കും എനിക്ക് എയർപോർട്ടിലേക്ക് പോകണം. 9 മണിക്കാ ഫ്ലൈറ്റ് ടു സ്പെയിൻ. സത്യത്തില് ഇപ്പൊ പോവാൻ തോന്നുന്നൊന്നുമില്ല. നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെ കൂടിയാ കൊള്ളാന്നുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാ പോകുന്നേ? സ്റ്റേ ഹിയർ ബേബി. ഇല്ലടാരു, നേരത്തെ തന്നെയുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഒരു ഷൂട്ടിംഗ് പ്രോഗ്രാം ഈജിപ്തിലാ. സ്പെയിനിൽ ചെന്നിട്ട് എനിക്ക് നേരെ അങ്ങോട്ടേക്ക് പോകണം. ഏതായാലും അത് കഴിഞ്ഞ ഐ വിൽ ബി ബാക്ക്. കൂൾ. ശരി, എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. അതും പറഞ്ഞ് ഹോപ്പിനെയും കൂട്ടി അസി ചിക്കൻ വാങ്ങുവാനായി ഇറങ്ങി. എല്ലാവരും കൂടി അന്ന് ബിരിയാണിയൊക്കെ വെച്ച് ചളിയും അടിച്ച് വൈകുന്നേരം വരെ ഫ്ലാറ്റിൽ അടിച്ചു കുളിച്ചു. 4 മണിയായപ്പോ ബെല്ല വിഷമത്തോടെ യാത്ര പറഞ്ഞു പിരിഞ്ഞു. 2 ദിവസമേ ആയിട്ടുള്ളൂവെങ്കിലും അവൾ ഞങ്ങളുടെ ഇടയിൽ അടർത്തി മാറ്റാനാകാത്ത ഒരു അംഗമായി മാറിക്കഴിഞ്ഞിരുന്നു. ഉള്ളിൽ നിറഞ്ഞിരുന്ന ആ ഒരു വിഷമം എല്ലാവരുടെയും മുഖത്തും കണ്ണുകളിലും പ്രതിഫലിച്ചു. എങ്കിലും അധികം താമസിയാതെ തന്നെ വീണ്ടും കാണാമെന്ന് ഉറപ്പു നൽകി അവൾ യാത്രയായി. പിറ്റേ ദിവസം കാലത്ത് ഓഫീസിൽ ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കുമ്പോഴാണ് നിമിഷ ഓടിക്കുതച്ച് ദേവഗംഗയുടെ അടുത്തേക്ക് എത്തിയത്. ഡി ഗംഗെ, നീ ഒരു കാര്യം അറിഞ്ഞോ? എന്തേ, നിന്റെ അപ്പൂപ്പൻ പറ്റോ? വന്ന പാടെ ടേബിളിലേക്ക് അലച്ചു കെട്ടി വീണ നിമിഷയെ ശ്രദ്ധിക്കാതെ ലാപ്ടോപ്പിലേക്ക് നോക്കിക്കൊണ്ട് ഗംഗ ചോദിച്ചു. അല്ലടി, നിന്റെ അമ്മമ്മയുടെ 2-ാം കെട്ട്, അതിന് ക്ഷണിക്കാമെന്നതാ. ആ, എന്നാ വേഗം ക്ഷണിച്ചിട്ടേ മോള് പോകാൻ നോക്ക്, എനിക്ക് വരെ പണിയുണ്ട്. ലാപ്പിൽ നിന്നും തല ഉയർത്താതെ തന്നെ ഗംഗ മറുപടി കൊടുത്തു.
ഓ ഡി പോത്തെ അതല്ല, നീ മിനിയാവുന്ന ഒരുത്തിനെ ഹെൽമെറ്റ് അടിച്ച് ഓഫ് ആക്കിയില്ലേ? ഞാൻ അങ്ങനെ പലരെയും ഹെൽമെറ്റ് അടിച്ചിട്ടുണ്ട്. അതിന് ആ നിനക്ക് പിന്നെ അതാണല്ലോ സ്ഥിര ഹോബി. ഡി അത് അന്ന് ആ ക്ലബ് ക്യൂബൻ പബ്ബിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയവന്മാരുടെ ഇടയിൽപ്പെട്ട ഒരുത്തനില്ലേ? നിന്റെ ടീമിലുള്ള ആ കാട്ടുകോഴി അസിയുടെയും ഹോപ്പിന്റെയും കൂടെ അവിടെ ഉണ്ടായിരുന്നവൻ. അവനെന്ത് പറ്റി? പടിയായ? ഗംഗ മുഖമുയർത്തി. ഇടി അവനാ ഇന്ന് പുതിയതായി നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ വന്നിട്ടില്ലേ? HR മുറിയിൽ ഇരിപ്പുണ്ട്. നല്ല ചോങ്കൻ ചെക്കനായിരുന്നു. നീ അവന്റെ പെടലെ അടിച്ച് തിരിച്ചു കളഞ്ഞില്ലേ? പാവം. കാഴ്ചയിൽ തൊടലിട്ടുകൊണ്ടുള്ള ആ ഇരിപ്പൊന്ന് കാണണം, സങ്കടം വരും. അച്ചോടാ, എന്നിട്ട് അവിടെ നിന്ന് അവൻ ഓതി കൊടുക്കാതെ നീ ഇവിടെ വന്ന് കൊത്തിപ്പറക്കുന്ന എന്തിനാ? നിന്റെ അടുത്തുള്ള ക്യൂബിക്കിൽ അവന് സീറ്റ് റെഡിയാക്കാനാ HR പറഞ്ഞിരിക്കുന്നത്. അതാ ഞാൻ വന്ന്. ഇതെന്താ ബാക്കിയുള്ള കഥാപാത്രങ്ങളൊന്നും എത്തിയില്ലേ? ചുറ്റിനും നോക്കിയിട്ട് ആരെയും കാണാതെ നിമിഷ ചോദിച്ചു. ആവോ, ചെന്ന് അന്വേഷിക്ക്. പണ്ടാരടങ്ങാൻ ഇനി അവനെ എന്റെ അടുത്തേക്കാന്ന് കിട്ടിയെടുക്കുന്നേ. അതെ, അവന്റെ കഷ്ടാലം തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. പാവം ചേക്കൻ. ദേ, നീ കൂടുതലൊന്നും കിന്നരിക്കാതെ പോവാൻ നോക്കി. അതും പറഞ്ഞ് ഗംഗ വീണ്ടും ലാപ്ടോപ്പിലേക്ക് തിരിഞ്ഞു. ഗംഗയുടെ തൊട്ടടുത്തുള്ള ക്യൂബിക്കിളിൽ ടേബിളിന് മുകളിലുള്ള ഫയലുകളും മറ്റും ശരിയാക്കി വെച്ചിട്ട് ചെയർ ഒന്ന് വലിച്ചിട്ടതിന് ശേഷം നിമിഷ തിരികെ പോയി. അല്പസമയം കഴിഞ്ഞ് അടുത്തുള്ള സീറ്റുകളിൽ ആസിഫും ഹോപ്പും ബാക്കി ടീമിലുള്ളവരും വന്നിരിക്കുന്നതും അവർ പരസ്പരം അടക്കിപ്പിടിച്ച് സംസാരിക്കുന്നതും ഗംഗ കേൾക്കുന്നുണ്ടായിരുന്നു. തന്നെ പറ്റിയാണ് ആ പറയുന്നത് മുഴുവനെന്നറിയാമെങ്കിലും അത് ശ്രദ്ധിക്കാതെ അവൾ തന്റെ ജോലിയിൽ മുഴുകി. ഗുഡ് മോർണിംഗ് ഗൈസ്. രാജീവ് മൂപ്പന്റെ ശബ്ദം കേട്ടാണ് അവൾ ലാപ്ടോപ്പിൽ നിന്നും തല ഉയർത്തി നോക്കിയത്. അകത്തേക്കുള്ള ഡോറിനടുത്ത് മൂപ്പന്റെ ഒപ്പം ഒരു പയ്യൻ. ലൈറ്റ് ബ്ലൂ ഷർട്ടും ഡാർക്ക് ബ്ലൂ പാൻസും ഫോർമൽ ഡ്രസ്സിൽ നിമിഷ പറഞ്ഞതുപോലെ ഒരു ചുള്ളൻ ചെക്കൻ. അവന്റെ കഴുത്തിൽ കിടക്കുന്ന നെക്ക് കോളർ തന്റെ വക വെൽക്കം ഗിഫ്റ്റ് ആണല്ലോ എന്ന് ഓർത്തപ്പോ അവളുടെ ചുണ്ടിൽ ഒരു ചെറു ചിരി പൊട്ടി. അത് കഴുത്തിലിട്ടിരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ആൾ ഇടതുവശത്തേക്ക് തല അല്പം ചരിച്ചു വെച്ചാണ് നിൽക്കുന്നത്. ഗൈസ്, മീറ്റ് മിസ്റ്റർ ആരുഷ് വിശ്വനാഥ്. നമ്മുടെ ടീമിൽ IT സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഇന്ന് ജോയിൻ ചെയ്യുകയാണ്. ഹീസ് ഫ്രം എറണാകുളം ആൻഡ് വാസ് വർക്കിംഗ് വിത്ത് ദാസ് ഫെഡറൽ LLC. ഗംഗ, പ്ലീസ് കം. ആരുഷിനെ നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ. ആൻഡ് ആരുഷ്, ഷീസ് മിസ് ദേവഗംഗ. കൊള്ളാം, ഇന്ന് ഇവിടെ എന്തെങ്കിലും നടക്കും. കസേരയിൽ നിന്നും എഴുന്നേറ്റ് മൂപ്പന്റെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ അസീഫ് പറഞ്ഞത് കേട്ട് അവൾ നേരെ അവന്റെ കസേരയുടെ അടുത്തേക്ക് ചെന്നു. എന്താടാ നിനക്കൊരു ചൊറിച്ചില്? എനിക്കൊരു പ്രശ്നമില്ല. എന്നാ അവിടെ കുത്തിയിരുന്നേ നിന്റെ പണി ചെയ്. ഇല്ല, നിനക്ക് ഞാൻ വാങ്ങിത്തരും അവന്റെ കഴുത്തി കിടക്കുന്ന പോലെ ഒരു ആഭരണം. കേട്ടോടാ കാട്ടുകോഴി. വേണ്ട, വേണ്ടാത്തോണ്ടാ. അവനെ ഒന്നുകൂടി നോക്കി ഇരുത്തിയൊന്ന് മൂളിയതിനു ശേഷം അവൾ മൂപ്പന്റെ അടുത്തേക്ക് ചെന്നു. ഹലോ മിസ്റ്റർ ആരുഷ്, വാം വെൽക്കം ഫ്രം ദി വോൾ ടീം ഓഫ് വുമൻ. അവൾ ആരുഷിന്റെ നേർക്ക് കൈ നീട്ടി. അവൾ നീട്ടിയ കയ്യിൽ പിടിച്ച് അവൻ ഷേക്ക് ഹാൻഡ് ചെയ്തപ്പോൾ തന്നെ ആ കൈകളുടെ കരുത്തും പരിവരിപ്പും തൊട്ടറിഞ്ഞ് അവൾക്ക് മനസ്സിലായി മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ തികഞ്ഞ ഒരു അഭ്യാസി കൂടിയാണെന്ന്. അതോടൊപ്പം അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞ ദേഷ്യം തിരിച്ചറിഞ്ഞ അവളുടെ ചുണ്ടിന്റെ അറ്റത്ത് ഒരു പുച്ഛം വിടർന്നു. തുടരും. ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.